നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ വീണ്ടും ഒരു എൽ ക്ലാസിക്കോ. കഴിഞ്ഞ തവണ സൂപ്പർ കോപ്പ ഡി എസ്പാന ഫൈനൽ മത്സരം എൽ ക്ലാസിക്കോ ആയിരുന്നു. 4-1 വിനി ജൂനിയറുടെ ഹാട്രിക്കിൻ്റെ ബലത്തിൽ ബാഴ്സലോണയെ മുക്കിക്കൊണ്ട് അന്ന് സൂപ്പർ കോപ്പ ഡി എസ്പാന സ്വന്തമാക്കിയത് റയലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുമ്പോൾ ആഞ്ചലോട്ടി ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. കിരീടം ഞങ്ങൾ കൊണ്ടുപോകുമെന്നൊന്നും വീരവാദം മുഴക്കാൻ അദ്ദേഹമില്ല. കഴിഞ്ഞ കളി ജയിച്ചു, ശരിയാണ്. കഴിഞ്ഞ സൂപ്പർ കോപ്പ ഡി എസ്പാന ജയിച്ചു. പക്ഷേ അതിനുശേഷം ബെർണാബൂവിൽ പോയിട്ട് ബാഴ്സലോണ പണി കൊടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വരുന്നത്. അദ്ദേഹം ഈ ഒരു എൽ ക്ലാസിക്കോ ഫൈനലിനെ കുറിച്ച് പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു നോ ഹൗ ദി ഗെയിം വേഴ്സസ് ബാഴ്സലോണ വിൽ ബി. ബാഴ്സക്കെതിരെയുള്ള മത്സരം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ സൂപ്പർ കോപ്പ ഡി എസ്പാന കഴിഞ്ഞ തവണ നേടി ഒരു വർഷം മുമ്പ്, ശരിയാണ്. പക്ഷേ അന്ന് 4-0 ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതിനുശേഷം ബെർണാബുവിൽ അവർ ഞങ്ങളെ 2 വട്ടം തോൽപ്പിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ കുറച്ചുകൂടി മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്, അവരെക്കാൾ ബെറ്റർ ആവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് വരികയുള്ളൂ. ഇതാണ് ആഞ്ചലോട്ടി പറയുന്നത്. അതേസമയം ഡാനി ഓൾമോ പാവ് വിക്ടർ കേസിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, എനിക്ക് അഭിപ്രായമുണ്ട്, അത് പക്ഷേ ഞാൻ എൻ്റേതായിട്ട് തന്നെ വെക്കുകയാണ്, പബ്ലിക്കലി ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഏതായാലും കഴിഞ്ഞ കളിയിൽ അത്ര ബെസ്റ്റ് പ്രകടനമല്ല നടത്തിയതെങ്കിലും ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഫൈനലിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട് എന്നുകൂടി ആഞ്ചലോട്ടി കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ ഫൈനൽ പോരാട്ടം അത് ഞായറാഴ്ചയാണ് നടക്കുന്നത്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 12:30 ജിദ്ദയിൽ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലാണ് ഈ തകർപ്പൻ പോര് വരുന്നത്. ആര് വിജയിക്കും കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.